ഹായ്, ഇപ്പോൾ എല്ലാവർക്കും പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ്. എന്ത് ചെയ്യാം, നമുക്കൊരു 50 കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോ വഴി എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ട് വേണമെങ്കിൽ ചാനലിൽ ടോപ്പിക് വൈസ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫേഴ്സ് മാരത്തോൺ എന്നും പറഞ്ഞ് ഒരു 50-100 ചോദ്യങ്ങൾ വെച്ചുള്ള മാരത്തോൺ ആ ഒരു ലെവലിലുള്ള ചോദ്യങ്ങളും നമ്മുടെ ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ എന്ത് ചെയ്യാം, ഈ ഒരു ചോദ്യങ്ങൾ മുഴുവനായിട്ട് അല്ലെങ്കിൽ മാക്സിമം പഠിക്കാൻ പറ്റിയ രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ചു പോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്ത് പറയും. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പറയും, നിങ്ങൾ കേൾക്കും. രണ്ടാമത്തെ പ്രാവശ്യം പറയും, നിങ്ങൾ കേൾക്കും. മൂന്നാമത്തെ പ്രാവശ്യം പറയും, നിങ്ങൾ കേൾക്കും. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ 4 പ്രാവശ്യത്തിലധികം എന്ത് ചെയ്യും, നമ്മൾ വായിച്ച് പഠിക്കും. അതേപോലെ തന്നെ നിങ്ങൾ പിന്നെ ഇത് കേട്ടിട്ട് എഴുതിയെടുക്കാൻ കൂടി പറ്റുമെങ്കിൽ എന്താണ് 5 പ്രാവശ്യം. അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് പഠിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറ്റോർണി ജനറൽ സ്ഥാനത്ത് നിന്ന് പാം ബോണ്ടിയെ നീക്കം ചെയ്തതിനെ തുടർന്ന് പകരം നിയമിതനായ വ്യക്തി. പാം ബോണ്ടി നോക്കണ്ട, പകരം നിയമിതനായത് ആരാണ്? അത് നമ്മുടെ ടോഡ് ബ്ലാഞ്ചെയാണ്. അപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറ്റോർണി ജനറൽ സ്ഥാനത്ത്, അതായത് നമ്മുടെ അമേരിക്കയുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരെന്നാണ് ചോദ്യം. ആരാണ്? ടോഡ് ബ്ലാഞ്ച്. ആരാണ്? ടോഡ് ബ്ലാഞ്ച്. അമേരിക്കയുടെ നിലവിലെ അറ്റോർണി ജനറൽ എന്ന് പറയുന്ന ആരാണ്? ടോഡ് ബ്ലാഞ്ച്. ടോഡ് ബ്ലാഞ്ച്. അടുത്ത ചോദ്യം, പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വിമാനങ്ങളുടെ നാവിഗേഷൻ സിഗ്നലുകളിൽ കൃത്രിമം കാണിച്ച് അവയെ യഥാർത്ഥ പാതയിൽ നിന്നും വഴിതിരിച്ചു വിടുന്ന സാങ്കേതിക വെല്ലുവിളി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അത് GPS സ്പൂഫിംഗ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന പാത എന്ത് ചെയ്യുന്നു, അവർ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും പാത തന്നുവിടുന്ന പരിപാടി, അതിനെന്ത് പറയുന്നു? അതിനെ GPS സ്പൂഫിംഗ് എന്ന് പറയുന്നു. അപ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വിമാനങ്ങളുടെ നാവിഗേഷൻ സിഗ്നലുകളിൽ കൃത്രിമം കാണിച്ച് അവയെ യഥാർത്ഥ പാതയിൽ നിന്നും വഴിതിരിച്ചുവിടുന്ന സാങ്കേതിക വെല്ലുവിളി അറിയപ്പെടുന്ന പേരാണെന്ത്? GPS സ്പൂഫിംഗ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ലോകാരോഗ്യ സംഘടന നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും 2024 കണ്ടെത്തിയതുമായ പുതിയ COVID-19 വകഭേദത്തിൻ്റെ പേര്. അപ്പോൾ പുതിയ COVID-19 വകഭേദത്തിൻ്റെ പേരെന്താണ്? സിക്കാഡ. ഓക്കെ, അപ്പോൾ സിക്കാഡ അത് COVID-19 വകഭേദമാണ് എന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വച്ചേക്കുക. സിക്കാഡ എന്ന് പറയുന്നത് എന്താണ്? COVID-19 പുതിയ വകഭേദമാണ്. അടുത്ത ചോദ്യം, പഴയ പാർലമെന്റ് മന്ദിരമായ സംവിധാൻ സദനിലെ 124 ചുവർ ചിത്രങ്ങളിലൂടെ ഇന്ത്യയുടെ ചരിത്രം വിവരിക്കുന്ന ഉപരാഷ്ട്രപതി അടുത്തിടെ പ്രകാശനം ചെയ്ത പുസ്തകം രചിച്ചത് ആര്? അത് സുധാമൂർത്തിയാണ്. സുധാമൂർത്തി. അപ്പോൾ പഴയ പാർലമെന്റ് മന്ദിരമായ സംവിധാൻ സദനിലെ 124 ചുവർ ചിത്രങ്ങളിലൂടെ ഇന്ത്യയുടെ ചരിത്രം വിവരിക്കുന്ന ഉപരാഷ്ട്രപതി അടുത്തിടെ പ്രകാശനം ചെയ്ത പുസ്തകം രചിച്ചത് ആരാണ്? അത് സുധാമൂർത്തിയാണ്. ആര് രചിച്ചു? സുധാമൂർത്തി രചിച്ചു. അടുത്ത്, മെട്രോ വുമൺ എന്നറിയപ്പെടുന്ന ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ 160 വർഷത്തെ ചരിത്രത്തിൽ കമ്മീഷണർ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത അശ്വിനി ഭിഡെയാണ്. ആരാണ്? അശ്വിനി ഭിഡെ. അപ്പോൾ മെട്രോ വുമൺ എന്നറിയപ്പെടുന്ന ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ 160 വർഷത്തെ ചരിത്രത്തിൽ കമ്മീഷണർ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത ആരാണ്? അത് അശ്വിനി ഭിഡെ. അശ്വിനി ഭിഡെയാണ് മെട്രോ വുമൺ എന്നറിയപ്പെടുന്ന. മെട്രോ മാൻ നമുക്കറിയാം ആരാണ്? ഇ ശ്രീധരൻ. അപ്പോൾ മെട്രോ വുമൺ എന്നറിയപ്പെടുന്ന ആരാണ്? അശ്വിനി ഭിഡെയാണ്. അപ്പോൾ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ചരിത്രത്തിലെ ആദ്യ വനിതാ കമ്മീഷണർ ആരാണ്? അത് അശ്വിനി ഭിഡെയാണ്. അപ്പോൾ മെട്രോ വുമൺ എന്നറിയപ്പെടുന്നത് അശ്വിനി ഭിഡെ. അതേപോലെ തന്നെ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ആദ്യ വനിതാ കമ്മീഷണർ ആരാണ്? അശ്വിനി ഭിഡെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, 5 വർഷം മുൻപ് സൈനിക അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുക്കുകയും അടുത്തിടെ നടന്ന തിരഞ്ഞെടുപ്പിലൂടെ മ്യാൻമാറിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത സൈനിക ഭരണത്തലവൻ ആര്? മിൻ ഓൺ ഹെങ് ആണ്. ഹ്ലെങ്. ഓക്കെ, മിൻ ഓങ് ഹ്ലെങ്. അപ്പോൾ 5 വർഷം മുൻപ് സൈനിക അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുക്കുകയും അടുത്തിടെ നടന്ന തിരഞ്ഞെടുപ്പിലൂടെ മ്യാൻമാറിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത സൈനിക ഭരണത്തലവൻ ആരാണത്? മിൻ ഓങ് ഹെങ്. മിൻ ഓങ് ഹെങ്.
അടുത്ത് ജൈനമത ചരിത്രവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത സമ്രാട്ട് സമ്പ്രതി മ്യൂസിയം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെവിടെയാണ്? ഇത് ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ്. അപ്പോൾ ജൈനമത ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത സമ്രാട്ട് സമ്പ്രതി മ്യൂസിയം ഇതെവിടെ സ്ഥിതി ചെയ്യുന്നു? ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, സമ്രാട്ട് സമ്പ്രതി മ്യൂസിയം എവിടെ? അത് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളൊന്ന് പെട്ടെന്ന് നോക്കാം. നിങ്ങൾ ചോദ്യങ്ങൾ നമ്മൾ നോക്കിയാൽ ശ്രദ്ധിച്ചോ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നമ്മുടെ അമേരിക്കയുടെ അറ്റോർണി ജനറൽ ആരാണ്? അത് ടോഡ് ബ്ലാഞ്ച്. നമ്മുടെ വിമാനങ്ങളെ പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വിമാനങ്ങളുടെ നാവിഗേഷൻ സിഗ്നലുകളിൽ കൃത്രിമം കാണിച്ച് അവയെ യഥാർത്ഥ പാതയിൽ നിന്നും വഴിതിരിച്ചുവിടുന്ന സാങ്കേതിക വെല്ലുവിളി അറിയപ്പെടുന്ന പേരെന്താണ്? GPS സ്പൂഫിംഗ് എന്നാണ് പറയുന്നത്. GPS സ്പൂഫിംഗ്. GPSൻ്റെ ഫുൾ ഫോം ഒക്കെ അറിയാമല്ലോ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഏത് രാജ്യത്തിൻ്റെയാണ്? അമേരിക്കയിലാണെന്ന് അറിയാം. ഓക്കെ, അടുത്ത് ലോകാരോഗ്യ സംഘടന നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും 2024 കണ്ടെത്തിയതുമായ പുതിയ COVID-19 വകഭേദം ഏത്? അത് സിക്കാഡ. പഴയ പാർലമെന്റ് മന്ദിരമായ സംവിധാൻ സദനിലെ 124 ചുവർ ചിത്രങ്ങളിലൂടെ ഇന്ത്യയുടെ ചരിത്രം വിവരിക്കുന്ന ഉപരാഷ്ട്രപതി അടുത്തിടെ പ്രകാശനം ചെയ്ത പുസ്തകം. ആ പുസ്തകത്തിൻ്റെ പേരെന്താണ്ടാ? ആ പുസ്തകം രചിച്ചതാരാണ്? അത് സുധാമൂർത്തിയാണ്. പുസ്തകത്തിൻ്റെ പേര് എന്താണെന്നറിയില്ല, നോക്കാം. സുധാമൂർത്തിയാണ്. അടുത്ത് മെട്രോ വുമൺ എന്നറിയപ്പെടുന്ന ആര്? അശ്വിനി ഭിഡയെക്കുറിച്ച് പറയുമ്പോൾ ഓർത്ത് വെച്ചോ, മെട്രോ വുമൺ എന്നറിയപ്പെടുന്നു. പിന്നെ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ആദ്യ വനിതാ കമ്മീഷണർ ആരാണ്? അശ്വിനി ഭിഡെ. അടുത്ത് 5 വർഷം മുമ്പ് സൈനിക അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുക്കുകയും അടുത്തിടെ നടന്ന തിരഞ്ഞെടുപ്പിലൂടെ മ്യാൻമാറിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും ചെയ്ത സൈനിക ഭരണത്തലവൻ ആരാണ്? അത് മിൻ ഓങ് ഹ്ലെങ് ആണ്. ആരാണ്? മിൻ ഓങ് ഹ്ലെങ്. അടുത്ത് ജൈനമത ചരിത്രവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത സമ്രാട്ട് സമ്പ്രതി മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ജൈനമത ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി അതെവിടെയാണ്? അത് നമ്മുടെ സമ്രാട്ട് സമ്പ്രതി മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, അത് പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, 2026 മാർച്ചിലെ കണക്കനുസരിച്ച് സൗരയൂഥത്തിൽ ആകെ കണ്ടെത്തിയ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? അത് 442 ആണ്. ശനിക്ക് 285, വ്യാഴത്തിന് 101. ഓക്കെ, 2026 മാർച്ചിലെ കണക്കനുസരിച്ച് സൗരയൂഥത്തിൽ ആകെ കണ്ടെത്തിയ ഉപഗ്രഹങ്ങളുടെ എണ്ണം അത് എത്രയാണ്? 442. അപ്പോൾ നമ്മുടെ സൗരയൂഥത്തിൽ നിലവിൽ എത്ര ഉപഗ്രഹങ്ങളുണ്ട്? 442 ഉപഗ്രഹങ്ങളുണ്ട്. മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് മാറില്ല, എങ്കിലും ടൈം എടുക്കും. ഓക്കെ, 2026 മാർച്ചിലെ കണക്കനുസരിച്ച് സൗരയൂഥത്തിൽ ആകെ കണ്ടെത്തിയ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 442. ശനിക്ക് 285, വ്യാഴത്തിന് എത്രയാണ്? 101 ഉപഗ്രഹങ്ങളുമാണ് ഉള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അടുത്തിടെ ഡീംസ് യൂണിവേഴ്സിറ്റി പദവി നൽകി ആദരിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനം എന്താണ്? നമ്മുടെ NCERT ആണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അടുത്തിടെ ഡീംസ് യൂണിവേഴ്സിറ്റി പദവി നൽകി ആദരിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനം ഏതാണ് മക്കളെ? അത് NCERT. ഡീം യൂണിവേഴ്സിറ്റി പദവി നൽകി ആദരിച്ചത് NCERT ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, നാസയുടെ ആർട്ടമിസ് 2 ദൗത്യത്തിൻ്റെ ഭാഗമായി ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? നമ്മുടെ ക്രിസ്റ്റീന കോച്ചാണ്. അപ്പോൾ നാസയുടെ ആർട്ടമിസ് 2 ദൗത്യത്തിൻ്റെ ഭാഗമായി ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാര്? അത് ക്രിസ്റ്റീന കോച്ച്. ആര്? ക്രിസ്റ്റീന കോച്ച്. ഓക്കെ, ക്രിസ്റ്റീന കോച്ചാണ് നമ്മുടെ ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന എന്ന് പറയുമ്പോൾ ഭൂമിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന വനിത ആര്? ക്രിസ്റ്റീന കോച്ച്. ഏത് ദൗത്യം? അത് നാസയുടെ ആർട്ടമിസ് 2 ദൗത്യം വഴിയാണ്. ചോദ്യമല്ല, ഇതെല്ലാം ഉത്തരമായിട്ട് വരാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നാസയുടെ ആർട്ടമിസ് 2 വഴി
ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന വനിത ആരാണ്? ക്രിസ്റ്റീന കോച്ച്. നിങ്ങൾ ഈ ചോദ്യം കൂടി ശ്രദ്ധിക്കുക, ചോദ്യമൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കയറി വരാം, അങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത് ബഹിരാകാശ യാത്രികരുടെ ക്ഷമത വിലയിരുത്തുന്നതിനായി ISRO ലഡാക്കിൽ വെച്ച് നടത്തുന്ന ഇന്ത്യയുടെ ആദ്യ അനലോഗ് മിഷൻ ഏത്? അതാണ് മിഷൻ മിത്ര. അതിൻ്റെ പേരെന്താണ്? മിഷൻ മിത്ര. ഓക്കെ, അപ്പോൾ ബഹിരാകാശ യാത്രികരുടെ ക്ഷമത വിലയിരുത്തുന്നതിനായി ISRO ലഡാക്കിൽ വെച്ച് നടത്തുന്ന ഇന്ത്യയുടെ ആദ്യത്തെ അനലോഗ് മിഷൻ, അതിൻ്റെ പേരെന്താണ്? അതിൻ്റെ പേരാണ് മിഷൻ മിത്ര. അപ്പോൾ ആ ഒരു അനലോഗ് മിഷൻ്റെ പേരെന്താണ്? മിഷൻ മിത്ര. അടുത്ത ചോദ്യം, 2026 മാർച്ചിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ സമുദ്രോൽപ്പന്ന സംസ്കരണ ശേഷിയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? അത് ഗുജറാത്താണ്. അപ്പോൾ ഇന്ത്യയിൽ 2026 കണക്കനുസരിച്ച് ഇന്ത്യയിലെ സമുദ്രോൽപ്പന്ന സംസ്കരണ ശേഷിയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഗുജറാത്താണ്. കേരളത്തിന് എത്രാം സ്ഥാനമാണ്? 4-ാം സ്ഥാനമാണ്. അപ്പോൾ ഏറ്റവും നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഗുജറാത്ത്. കേരളത്തിന് എത്രയാണ്? സമുദ്രോൽപ്പന്ന സംസ്കരണ ശേഷിയിൽ 1-ാം സ്ഥാനം ഗുജറാത്തും കേരളം 4-ാം സ്ഥാനത്താണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പ്രമുഖ വിമാന കമ്പനിയായ ഇൻഡിഗോയുടെ പുതിയ CEO. അപ്പോൾ ഇൻഡിഗോയുടെ പുതിയ CEO ആരാണ്? വില്ലി വാൽഷ്. അപ്പോൾ നമ്മുടെ ഇൻഡിഗോയുടെ പുതിയ CEO ആരാണ്? വില്ലി വാൽഷ്. ഇൻഡിഗോയുടെ പുതിയ CEO ആരാണ്? വില്ലി വാൽഷ്. ഇൻഡിഗോയുടെ പുതിയ CEO ആരാണ്? വില്ലി വാൽഷ്. അടുത്ത 2026 ഛത്തീസ്ഗഡിൽ വെച്ച് നടന്ന പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യന്മാരായ സംസ്ഥാനം ആരാണ്? അത് കർണാടകയാണ്. അപ്പോൾ 2026 ഛത്തീസ്ഗഡിൽ വെച്ച് നടന്ന പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൽ, അപ്പോൾ 2026 പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൻ്റെ വേദി എവിടെയായിരുന്നു മക്കളെ? പഠിച്ചു വെച്ചോ, ഛത്തീസ്ഗഡ്. അപ്പോൾ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൻ്റെ വേദി എവിടെ? അത് ഛത്തീസ്ഗഡ്. ചാമ്പ്യന്മാരായ സംസ്ഥാനം ഏത്? അത് കർണാടക. പഠിച്ചു വെച്ചോ. ഓക്കെ, അപ്പോൾ 2026 ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ 2026 ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൻ്റെ വേദി ഛത്തീസ്ഗഡ്. ജേതാക്കളാരാണ്? അത് കർണാടക. ഓക്കെ. അടുത്ത, ആർടെമിസ് 2 മിഷൻ കമാൻഡർ റീഡ് വൈസ്മാൻ പകർത്തിയ ബ്ലൂ മാർബിൾ എന്ന ചിത്രത്തോട് ഉപമിക്കപ്പെടുന്ന പുതിയ ഭൂചിത്രത്തിൻ്റെ പേര്? അത് ഹലോ വേൾഡ് എന്ന ചിത്രമാണ്. അപ്പോൾ ആർടെമിസ് 2 മിഷൻ കമാൻഡർ റീഡ് വൈസ്മാൻ പകർത്തിയ ചിത്രം, ആ ചിത്രത്തിൻ്റെ പേരെന്താണ്? അത് ബ്ലൂ മാർബിൾ എന്നാണ്. ബ്ലൂ മാർബിൾ. അപ്പോൾ ആ ചിത്രത്തോട് ഉപമിക്കപ്പെടുന്ന പുതിയ ഭൂചിത്രത്തിൻ്റെ പേരെന്താണ്? അത് ഹലോ വേൾഡ് എന്നാണ്. എന്താണ്? ഹലോ വേൾഡ്. അപ്പോൾ ആർടെമിസ് 2 മിഷൻ കമാൻഡർ റീഡ് വൈസ്മാൻ പകർത്തിയ ചിത്രമാണ് ബ്ലൂ മാർബിൾ. എല്ലാവരും കണ്ടു കാണും. എന്ന ചിത്രത്തോട് ഉപമിക്കപ്പെടുന്ന പുതിയ ഭൂചിത്രത്തിൻ്റെ പേരെന്താണ്? ഹലോ വേൾഡ്. അടുത്ത്, അൽഷിമേഴ്സിനെ പ്രതിരോധിക്കാൻ സഹായിക്കുമെന്ന് മലയാളി ശാസ്ത്രജ്ഞ ഡോക്ടർ ഷീജ നവക്കോട്ട് ഉൾപ്പെടെ സംഘം കണ്ടെത്തിയ രാസസംയുക്തം, അത് ആൽഫ കീറ്റ ഗ്ലൂട്ടറേറ്റ് ആണ്, AKG. അപ്പോൾ അൽഷിമേഴ്സിനെ പ്രതിരോധിക്കാൻ സഹായിക്കുമെന്ന് മലയാളി ശാസ്ത്രജ്ഞ ഡോക്ടർ ഷീജ നവക്കോട്ട് ഉൾപ്പെട്ട സംഘം കണ്ടെത്തിയ രാസസംയുക്തം ഏതാണ്? AKG എന്ന് പറയും. ആൽഫ കീറ്റ ഗ്ലൂട്ടറേറ്റ്. അതിൻ്റെ പേരെന്താണ്? ആൽഫ കീറ്റ ഗ്ലൂട്ടറേറ്റ്. അടുത്ത്, യുറീക്ക മാസികയുടെ സ്ഥാപക പത്രാധിപരും അടുത്തിടെ അന്തരിച്ച പ്രമുഖ സാഹിത്യകാരനുമായ വ്യക്തി ആര്? ഡോക്ടർ TR ശങ്കുണ്ണി. അപ്പോൾ യുറീക്ക മാസികയുടെ സ്ഥാപക പത്രാധിപരും അടുത്തിടെ അന്തരിച്ച പ്രമുഖ സാഹിത്യകാരനുമായ വ്യക്തി ആരാണ് മക്കളെ? അതാണ് ഡോക്ടർ TR ശങ്കുണ്ണി. TR ശങ്കുണ്ണി ആരാണ്? യുറീക്ക മാസികയുടെ സ്ഥാപക പത്രാധിപർ, പിന്നെ എന്താണ്? പ്രശസ്ത സാഹിത്യകാരൻ. അടുത്ത ചോദ്യം, അടുത്തിടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ ഇന്ത്യയുടെ 3ാമത്തെ ആണവ അന്തർവാഹിനി ഏതാണ്? INS അരിതമനാണ്. അതിൻ്റെ പേരെന്താണ്? INS അരിതമൻ. അപ്പോൾ അടുത്തിടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ
ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ അന്തർവാഹിനി ഏതാണത്? അതാണ് INS അരിധമൻ. അതിൻ്റെ പേരെന്താണ്? INS അരിധമൻ. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ അന്തർവാഹിനി ഏതാണ്? INS അരിധമൻ. INS അരിധമനാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ അന്തർവാഹിനി. അപ്പോൾ അടുത്തൊരു ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ അന്തർവാഹിനി ഏതാണ്? INS അരിധമൻ. അടുത്ത ചോദ്യം, 2026 IPL സീസണിലെ ഏറ്റവും വേഗമേറിയ പന്തെറിഞ്ഞ ഗുജറാത്ത് ടൈറ്റൻസ് താരം ആരായിരുന്നു? അശോക് ശർമ്മയാണ്. 154.2 km/h ആയിരുന്നു അതിൻ്റെ സ്പീഡ്. ഓക്കെ, അപ്പോൾ 2026 IPL സീസണിലെ ഏറ്റവും വേഗമേറിയ പന്തെറിഞ്ഞ ഗുജറാത്ത് ടൈറ്റൻസ് താരം ആരാണ്? അത് അശോക് ശർമ്മ. അശോക് ശർമ്മ. 2026 IPL സീസണിലെ ഏറ്റവും വേഗമേറിയ പന്തെറിഞ്ഞ താരം ആരാണ്? ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ താരമാണ് ആര്? അശോക് ശർമ്മ. ആരാണ്? അശോക് ശർമ്മ. അടുത്ത ചോദ്യമാണ്, IPL ചരിത്രത്തിൽ 200 വിക്കറ്റുകൾ തികയ്ക്കുന്ന ആദ്യ പേസ് ബൗളർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ് മക്കളെ? അത് ഭുവനേശ്വർ കുമാർ. ഓക്കെ, അപ്പോൾ IPL ചരിത്രത്തിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം മതിയല്ലോ. ഓക്കെ, അപ്പോൾ IPL ചരിത്രത്തിൽ 200 വിക്കറ്റുകൾ തികയ്ക്കുന്ന ആദ്യ പേസ് ബൗളർ എന്ന നേട്ടം സ്വന്തമാക്കിയതാരാണ്? ഭുവനേശ്വർ കുമാർ. IPL ചരിത്രത്തിൽ 200 വിക്കറ്റുകൾ തികയ്ക്കുന്ന ആദ്യ പേസ് ബൗളർ ആരാണ്? അത് ഭുവനേശ്വർ കുമാർ. അടുത്ത് 2026 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ആരോഗ്യത്തിനായി ഒരുമിച്ച് നിൽക്കൂ, ശാസ്ത്രത്തോടൊപ്പം നിൽക്കൂ. ടുഗദർ ഫോർ ഹെൽത്ത്, സ്റ്റാൻഡ് വിത്ത് സയൻസ്. ഓക്കെ, അപ്പോൾ 2026 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ടുഗദർ ഫോർ ഹെൽത്ത്, സ്റ്റാൻഡ് വിത്ത് സയൻസ്. ആരോഗ്യത്തിനായി ഒരുമിച്ച് നിൽക്കൂ, ശാസ്ത്രത്തോടൊപ്പം നിൽക്കൂ. ഓക്കെ, 2026 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയമാണ് ടുഗദർ ഫോർ ഹെൽത്ത്, സ്റ്റാൻഡ് വിത്ത് സയൻസ്. ആരോഗ്യത്തിനായി ഒരുമിച്ച് നിൽക്കൂ, ശാസ്ത്രത്തോടൊപ്പം നിൽക്കൂ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് വായിച്ചിട്ട് ഉടനെ വരാം. ഓക്കെ, അപ്പോൾ 2026 മാർച്ചിലെ കണക്കനുസരിച്ച് സൗരയൂഥത്തിൽ ആകെ കണ്ടെത്തിയ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 442. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അടുത്തിടെ ഡീംസ് യൂണിവേഴ്സിറ്റി പദവി നൽകി ആദരിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനം ഏതാണ്? അത് NCERT. നാസയുടെ ആർട്ടമിസ് ദൗത്യത്തിൻ്റെ ഭാഗമായി ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാരാണ്? അത് ക്രിസ്റ്റീന കോച്ച്. ബഹിരാകാശ യാത്രികരുടെ ക്ഷമത വിലയിരുത്തുന്നതിനായി ISRO ലഡാക്കിൽ വെച്ച് നടത്തുന്ന ഇന്ത്യയുടെ ആദ്യത്തെ അനലോഗ് മിഷൻ ഏതാണ്? മിഷൻ മിത്ര. 2026 മാർച്ചിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ സമുദ്രോൽപ്പന്ന സംസ്കരണ ശേഷിയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം നമ്മൾ നോക്കി, ആര്? ഗുജറാത്ത്. കേരളം എത്രയാണ്? 4-ാം സ്ഥാനത്ത്. ഇന്ത്യയിലെ പ്രമുഖ വിമാന കമ്പനിയായ ഇൻഡിഗോയുടെ പുതിയ CEO ആര്? വില്ലി വാൽഷ്. 2026 ഛത്തീസ്ഗഡിൽ വെച്ച് നടന്ന പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൽ ജേതാക്കളായത് ആരാണ്? കർണാടക. ആർടെമിസ് 2 മിഷൻ കമാൻഡർ റെയ്ഡ് വൈസ്മാൻ പകർത്തിയ ബ്ലൂ മാർബിൾ എന്ന ചിത്രത്തോട് ഉപമിക്കപ്പെടുന്ന പുതിയ ഭൂചിത്രത്തിൻ്റെ പേര് എന്താണ്? ഹലോ വേൾഡ് എന്നാണ് ഭൂചിത്രത്തിൻ്റെ പേര്. അൽഷിമേഴ്സിനെ പ്രതിരോധിക്കാൻ സഹായിക്കുമെന്ന് മലയാളി ശാസ്ത്രജ്ഞ ഡോക്ടർ ഷീജ നവക്കോട്ട് ഉൾപ്പെട്ട സംഘം കണ്ടെത്തിയ രാസസംയുക്തം ഏതാണ്? ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ്. യുറീക്ക മാസികയുടെ സ്ഥാപക പത്രാധിപരും അടുത്തിടെ അന്തരിച്ച പ്രമുഖ സാഹിത്യകാരനുമായ വ്യക്തി ആരാണ്? ഡോക്ടർ TR ശങ്കുണ്ണി. അടുത്തിടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ അന്തർവാഹിനി പേരെന്താണ്? INS അരിധമൻ. അടുത്ത് 2026 IPL സീസണിലെ ഏറ്റവും വേഗമേറിയ പന്തെറിഞ്ഞ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ താരം ആര്? അത് അശോക് ശർമ്മ. ആരാണത്? അശോക് ശർമ്മ. ഏറ്റവും വേഗത്തിൽ പന്തെറിഞ്ഞ താരമാണ് അശോക് ശർമ്മ.
IPL ചരിത്രത്തിൽ 200 വിക്കറ്റുകൾ തികയ്ക്കുന്ന ആദ്യ പേസ് ബൗളർ 200 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ പേസ് ബൗളർ ആരാണ്? അത് ഭുവനേശ്വർ കുമാർ. 200 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ പേസ് ബൗളർ ആര്? ഭുവനേശ്വർ കുമാർ. 2026 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ടുഗദർ ഫോർ ഹെൽത്ത്, സ്റ്റാൻഡ് വിത്ത് സയൻസ്. ആരോഗ്യത്തിനായി ഒരുമിച്ച് നിൽക്കൂ, ശാസ്ത്രത്തോടൊപ്പം നിൽക്കൂ. അടുത്ത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ നോക്കി. അടുത്ത ചോദ്യം, IRENAയുടെ റിന്യൂവബിൾ കപ്പാസിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് 2026 റിപ്പോർട്ട് പ്രകാരം ആഗോള പുനരുപയോഗ ഊർജ വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3-ാം സ്ഥാനമാണ്. 1-ാം സ്ഥാനം ചൈന, പിന്നെ അമേരിക്ക, പിന്നെ 3-ാം സ്ഥാനം ആരാണ്? നമ്മുടെ ഇന്ത്യ. അപ്പോൾ റിന്യൂവബിൾ കപ്പാസിറ്റി സ്റ്റാറ്റിക്സ് 2026 റിപ്പോർട്ട് പ്രകാരം ആഗോള പുനരുപയോഗ ഊർജ വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്ട? 3-ാം സ്ഥാനം. എത്രയാണ് ഇന്ത്യക്ക്? 3-ാം സ്ഥാനമാണ് ഉള്ളത്. ഓക്കെ. അടുത്ത്, കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി എന്ന കാവ്യത്തെ ആസ്പദമാക്കി കേരള കലാമണ്ഡലത്തിൽ അരങ്ങേറിയ പുതിയ കഥകളി ഏതാണ്? അത് മാതംഗി ചരിതമാണ്. ഓക്കെ. അപ്പോൾ കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി എന്ന കാവ്യത്തെ ആസ്പദമാക്കി കേരള കലാമണ്ഡലത്തിൽ അരങ്ങേറിയ പുതിയ കഥകളി ഏതാണ് മക്കളെ? അതാണ് മാതംഗി ചരിതം. ആ കഥകളിയുടെ പേരെന്താണ്? മാതംഗി ചരിതം. ഓക്കെ, പഠിച്ചു വെച്ചോ. അപ്പോൾ കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി എന്ന കാവ്യത്തെ ആസ്പദമാക്കി കേരള കലാമണ്ഡലത്തിൽ അരങ്ങേറിയ പുതിയ കഥകളി ഏതാണ്? അത് മാതംഗി ചരിതം. ചണ്ടാല ഭിക്ഷുകി എന്ന കാവ്യത്തെ ആസ്പദമാക്കി എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? പഠിച്ച് വച്ചേക്കുക. ഏതാണ്? മാതംഗി ചരിതം. അടുത്ത 2025-26 സാമ്പത്തിക വർഷത്തെ കണക്കനുസരിച്ച് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോൾ മാറി. അപ്പോൾ തൊഴിൽ ദിനങ്ങളുടെ എണ്ണത്തിൽ കേരളത്തിൽ 1-ാം സ്ഥാനത്തുള്ള ജില്ല ഏതായിരുന്നു? അത് തിരുവനന്തപുരമാണ്. ഇപ്പോൾ നമ്മുടെ MGNREGA വന്നു. ഓക്കെ. അപ്പോൾ 2025-26 സാമ്പത്തിക വർഷത്തെ കണക്കനുസരിച്ച് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ദിനങ്ങളുടെ എണ്ണത്തിൽ കേരളത്തിൽ 1-ാം സ്ഥാനത്തുള്ള ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അടുത്ത ചോദ്യം, 1970 അപ്പോളോ 13 റെക്കോർഡ് തിരുത്തിക്കൊണ്ട് ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച മനുഷ്യർ എന്ന ഖ്യാതി സ്വന്തമാക്കുന്ന ബഹിരാകാശ ദൗത്യം നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞു. ഏതാണ്? അമേരിക്കയുടെ ആർട്ടമിസ് 2 ആണ്. ഓക്കെ, ക്രിസ്റ്റീന കോച്ചൊക്കെ പോയ ആർട്ടമിസ് 2. ഓക്കെ. അപ്പോൾ നമ്മുടെ അപ്പോളോ 13 ആയിരുന്നു. 1970 അപ്പോളോ 13 ആയിരുന്നു ഏറ്റവും ദൂരത്തിൽ സഞ്ചരിച്ചത്, നമ്മുടെ ചന്ദ്രനിൽ ഇറങ്ങിയത്. ഓക്കെ. അപ്പോൾ ആ ഒരു റെക്കോർഡ് തിരുത്തിക്കൊണ്ട് ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച മനുഷ്യർ എന്ന ഖ്യാതി സ്വന്തമാക്കുന്ന ബഹിരാകാശ ദൗത്യം അതേതാണ്? അത് ആർട്ടമിസ് 2 ആണ്. ഏതാണ്? ആർട്ടമിസ് 2. അടുത്ത്, സ്വാമി വിവേകാനന്ദൻ്റെ അവസാന നാളുകളെക്കുറിച്ച് വിവരിക്കുന്ന ദ മോങ്ക് ആൻഡ് ദി അൺനോൺ ലൈഫ് ഓഫ് സ്വാമി വിവേകാനന്ദ. അപ്പോൾ എന്താണ്? മോങ്ക് അറിയാലോ, മോങ്ക് സന്യാസി. ദ മോങ്ക് ആൻഡ് ദി അൺനോൺ ലൈഫ് ഓഫ് സ്വാമി വിവേകാനന്ദ എന്ന കൃതി രചിച്ച വ്യക്തി അത് മണിശങ്കർ മുഖർജിയാണ്. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ അവസാന നാളുകളെക്കുറിച്ച് വിവരിക്കുന്ന ദ മോങ്ക് ആൻഡ് ദി അൺനോൺ ലൈഫ് ഓഫ് സ്വാമി വിവേകാനന്ദ എന്ന കൃതി ആരുടേതാണ്? മണിശങ്കർ മുഖർജിയുടെ കൃതിയാണ്. അപ്പോൾ ദി മോങ്ക് ആൻഡ് ദി അൺനോൺ ലൈഫ് ഓഫ് സ്വാമി വിവേകാനന്ദ എന്ന കൃതിയുടെ രചയിതാവാരാണ്? മണിശങ്കർ മുഖർജി. അടുത്ത്, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 500 മെഗാവാട്ട് ശേഷിയുള്ള പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ അത് തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ്. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 500 മെഗാവാട്ട് ശേഷിയുള്ള പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എവിടെയാണ്? അത് തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ്. ഓക്കെ. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 500 മെഗാവാട്ട് ശേഷിയുള്ള പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ അതെവിടെയാണ്? അത് തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത, ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ പാർട്ട് ടൈം ചെയർമാനായി അടുത്തിടെ നിയമിതനായത് നമുക്കറിയാലോ ആരാണ്? ജി കൃഷ്ണകുമാർ ആയിരുന്നു. ഇപ്പോൾ മാറിയോ എന്നറിയില്ല, ജസ്റ്റ് പഠിച്ചു നോക്കെ. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ പാർട്ട് ടൈം ചെയർമാനായി നിയമിതനായത് ആരാണ്? ജി കൃഷ്ണകുമാർ. അറിയാലോ ജി കൃഷ്ണകുമാറിനെ. ഓക്കെ. അപ്പോൾ അടുത്ത്
ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ അപ്പർ അതായത് 6 GHz ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക് ആരംഭിച്ച് ലോകത്തിലെ ആദ്യ 10 ജിഗ രാജ്യമായി മാറിയത് ഏത്? അത് UAE ആണ്, നമ്മുടെ UAE. അപ്പോൾ ലോകത്തിലെ ആദ്യ 10 ജിഗ രാജ്യമായിട്ട് മാറിയത് ഏതാണ്? UAE ആണ്. അപ്പോൾ ലോകത്തിലെ ആദ്യ 10 ജിഗ രാജ്യമായിട്ട് മാറിയത് ഏതാണ്? അത് UAE ആണ്. UAE. ഓക്കെ. അടുത്ത്, ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവറില്ല പോഡ് ടാക്സി സംവിധാനത്തിന് തറക്കല്ലിട്ടത് എവിടെ? അത് മുംബൈയിലാണ്, ബാന്ദ്ര കുർള കോംപ്ലക്സ് ആ ഏരിയയിലാണ്. ഓക്കെ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യം, നമുക്ക് മുംബൈ മതി. ഓക്കെ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവറില്ല പോഡ് ടാക്സി സംവിധാനത്തിന് തറക്കല്ലിട്ടത് എവിടെയാണ്? അത് മുംബൈയിലാണ്. എവിടെയാണ്? മുംബൈയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവറില്ല പോഡ് ടാക്സിക്ക് സംവിധാനത്തിന് തറക്കല്ലിട്ടത് എവിടെയാണ്? അത് മുംബൈയിലാണ്. അടുത്ത്, 2026 ഏപ്രിലിൽ മെറ്റ കമ്പനി പുറത്തിറക്കിയ പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലിൻ്റെ പേര് മ്യൂസ് സ്പാർക്ക് എന്നാണ്. എന്താണ്? മ്യൂസ് സ്പാർക്ക്. 2024-26 ഏപ്രിലിൽ മെറ്റ കമ്പനി പുറത്തിറക്കിയ പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ എന്താണ്? മ്യൂസ് സ്പാർക്ക്. എൻ്റെ പേര് മ്യൂസ് സ്പാർക്ക്. അപ്പോൾ 2026 ഏപ്രിലിൽ മെറ്റ കമ്പനി പുറത്തിറക്കിയ പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലിൻ്റെ പേരെന്താണ്? മ്യൂസ് സ്പാർക്ക്. മ്യൂസ് സ്പാർക്ക്. അടുത്ത്, ബിറ്റ്കോയിൻ്റെ അജ്ഞാതനായ സൃഷ്ടാവ് സതോഷി നക്കാമോട്ടോ എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്ത ബ്രിട്ടീഷ് ക്രിപ്റ്റോഗ്രാഫർ ആര്? അത് ആദം ബാക്ക് ആണ്. ആദം ബാക്ക്. അപ്പോൾ ബിറ്റ്കോയിൻ അറിയാമല്ലോ, ഉണ്ടാക്കിയ ആരാണെന്ന് കറക്റ്റായിട്ട് ഇപ്പോഴും അറിയില്ല. അപ്പോൾ ബിറ്റ്കോയിൻ്റെ അജ്ഞാതനായ സൃഷ്ടാവ് സതോഷി നക്കാമോട്ടോ എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്ത ബ്രിട്ടീഷ് ക്രിപ്റ്റോഗ്രാഫർ ആര്? അത് ആദം ബാക്ക് ആണ്. ആദം ബാക്ക് ആണ് അത്. ഓക്കെ. അടുത്ത്, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ കൂടുതൽ കാര്യക്ഷമവും പൗരകേന്ദ്രീകൃതവുമാക്കുവാൻ ലക്ഷ്യമിടുന്ന സാധന പദ്ധതിയുടെ പൂർണ്ണ രൂപം എന്ന്? സാധന. ആ പദ്ധതി ഓർത്തു വെച്ചോ. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ കൂടുതൽ കാര്യക്ഷമവും പൗരകേന്ദ്രീകൃതവുമാക്കുവാൻ ലക്ഷ്യമിടുന്ന സാധന പദ്ധതിയുടെ പൂർണ്ണരൂപം. അതിൻ്റെ പൂർണ്ണരൂപമാണ് സ്ട്രെങ്തനിങ് അഡാപ്റ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ ആപ്റ്റിറ്റ്യൂഡ് ഫോർ നാഷണൽ അഡ്വാൻസ്മെൻറ്റ്. അപ്പോൾ എന്താണ് സാധന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെങ്തനിങ് അഡാപ്റ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ ആപ്റ്റിറ്റ്യൂഡ് ഫോർ നാഷണൽ അഡ്വാൻസ്മെൻറ്റ്. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് സാധന പദ്ധതി? നമ്മുടെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ട് വന്ന പദ്ധതിയാണ് ഇത്, സാധന പദ്ധതി. ഓക്കെ. അടുത്ത ചോദ്യം, മൈ ലൈഫ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നത് അന്തരിച്ച ഏത് പ്രമുഖ കോൺഗ്രസ് നേതാവിൻ്റെ ആത്മകഥയാണ്? മൊഹ്സീന കിദ്വായിയുടെ ആത്മകഥയാണ് മൈ ലൈഫ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. അപ്പോൾ മൈ ലൈഫ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന കൃതി ആരുടേതാണ്, അല്ലെങ്കിൽ ആത്മകഥ ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടേതാണ്? മൊഹ്സീൻ കിദ്വായിയുടെ ആത്മകഥയാണ്. ഓക്കെ. അപ്പോൾ പഠിച്ചു വെച്ചോ ആത്മകഥകളൊക്കെ, അതേപോലെ ടെക്സ്റ്റുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മൈ ലൈഫ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന കൃതി ആരുടേതാണ്? മൊഹ്സീന കിദ്വായിയുടെ കൃതിയാണ് മൈ ലൈഫ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. അടുത്ത്, റയൽ മാഡ്രിഡ് ഫൗണ്ടേഷൻ വേൾഡ് ചലഞ്ച് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ അണ്ടർ-12 വിഭാഗത്തിൽ കിരീടം നേടിയ രാജ്യം ഏത്? അത് നമ്മുടെ ഇന്ത്യയാണ്. അപ്പോൾ റയൽ മാഡ്രിഡ് ഫൗണ്ടേഷൻ വേൾഡ് ചലഞ്ച് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ അണ്ടർ-12 വിഭാഗത്തിൽ കിരീടം നേടിയ രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. ഏത് രാജ്യമാണ്? അത് ഇന്ത്യയാണ്. ഓക്കെ. അപ്പോൾ റയൽ മാഡ്രിഡ് ഫൗണ്ടേഷൻ വേൾഡ് ചലഞ്ച് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ അണ്ടർ-12 വിഭാഗത്തിൽ കിരീടം നേടിയ രാജ്യം ഏത് രാജ്യം? അത് ഇന്ത്യ. ഓക്കെ. അടുത്ത്, 2024 തിരഞ്ഞെടുപ്പ് കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ല വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, 2024 ഏതാണ്? കോഴിക്കോടാണ്. കോഴിക്കോട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ല എന്ന് പറയുമ്പോൾ 2024 എവിടെയാണ്? കോഴിക്കോടാണ്. അടുത്ത ചോദ്യം, 1963 എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ അമേരിക്കക്കാരനാര്? അത് ജിം വിറ്റേക്കറാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ആരായിരുന്നു? ജിം വിറ്റേക്കർ, 1963. ഓക്കെ. അടുത്ത, പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ 2026-27 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് എത്രയാകുമെന്ന് ലോകബാങ്ക് പ്രവചിക്കുന്നു? ആരാണ്? ലോകബാങ്കിൻ്റെ പ്രസിഡന്റ് ആരാണ്? നമ്മുടെ അജയ് ബംഗയാണ്. അറിയാലോ, ഇന്ത്യൻ വംശജനായ അജയ് ബംഗയാണ് ലോകബാങ്കിൻ്റെ പ്രസിഡന്റ്. അപ്പോൾ ഇന്ത്യയുടെ വളർച്ച 2026-27 എത്രയാവുമെന്ന് ലോകബാങ്ക് പറയുന്നു?
6.6% ലോകബാങ്ക് പറയുന്നത്. അപ്പോൾ 2026-27 ലോകബാങ്ക് ഇന്ത്യയുടെ വളർച്ച എത്രയാണെന്ന് പറയുന്നു? 6.6%. അപ്പോൾ ലോകബാങ്കിൻ്റെ പ്രസിഡന്റ് ആരാണ്? അജയ് ബംഗ. അടുത്ത്, ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ടെസ്റ്റിംഗ് ബ്ലഡ് ക്വാണ്ടം റെഫറൻസ് ഫെസിലിറ്റി നിലവിൽ വരുന്ന എവിടെയാണ്? SRM യൂണിവേഴ്സിറ്റി, ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ടെസ്റ്റിംഗ് ബെഡ് നിലവിൽ വരുന്ന എവിടെയാണ്? SRM യൂണിവേഴ്സിറ്റി, ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ടെസ്റ്റിംഗ് ബെഡ് എവിടെ വരുന്നു? നമ്മുടെ ആന്ധ്രാപ്രദേശിലെ SRM യൂണിവേഴ്സിറ്റി. അടുത്ത്, 1952 ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ നേടിയ ആദ്യ ടെസ്റ്റ് വിജയത്തിൽ പങ്കാളിയായ അടുത്തിടെ അന്തരിച്ച ഇന്ത്യയുടെ ഏറ്റവും പ്രായം കൂടിയ ടെസ്റ്റ് ക്രിക്കറ്റ് താരം? ഉത്തരം CD ഗോപിനാഥാണ്. ആരാണ്? CD ഗോപിനാഥ്. അപ്പോൾ 1952 ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ നേടിയ ആദ്യ ടെസ്റ്റ് വിജയത്തിൽ പങ്കാളിയായിരുന്ന അടുത്തിടെ അന്തരിച്ച ഇന്ത്യയുടെ ഏറ്റവും പ്രായം കൂടിയ ടെസ്റ്റ് ക്രിക്കറ്റ് താരമാണ് ആര്? CD ഗോപിനാഥ്. ആരാണ്? CD ഗോപിനാഥ്. അടുത്ത ചോദ്യം, പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന നിർണായക സമാധാന ചർച്ചകൾക്ക് വേദിയാകുന്ന നഗരം എവിടെയായിരിക്കും? അത് ഇസ്ലാമാബാദാണ്. ഓക്കെ, അപ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന നിർണായക സമാധാന ചർച്ചകൾക്ക് വേദിയാകുന്ന നഗരം ഏത് നഗരമാണ്? അത് ഇസ്ലാമാബാദത്തെ നഗരമാണ്. ഓക്കെ, അപ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ഇറാനും അമേരിക്കയും തമ്മിൽ സമാധാന ചർച്ച നടന്ന എവിടെയാണ്? അത് ഇസ്ലാമാബാദാണ്. കറക്റ്റ് നിങ്ങൾ പത്രം വായിച്ച് നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും. അടുത്ത്, നാസയുടെ ആർടെമിസ് 2 ചാന്ദ്രദൗത്യം പൂർത്തിയാക്കി ഓറിയോൺ പേടകം ഭൂമിയിൽ എവിടെ തിരിച്ചിറങ്ങുന്നു? എവിടെയാണ്? അത് നമ്മുടെ പസഫിക് ഓഷൻ ശാന്ത മഹാസമുദ്രത്തിലാണെന്ത് അത് തിരിച്ചിറങ്ങുന്നത്. അപ്പോൾ നാസയുടെ ആർടെമിസ് 2 ദൗത്യം നമുക്കറിയാം ഏറ്റവും ദൂരം പോയ ദൗത്യമാണത്. അപ്പോൾ നാസയുടെ ആർടെമിസ് 2 ചാന്ദ്രദൗത്യം പൂർത്തിയാക്കി ഓറിയോൺ പേടകം ഭൂമിയിൽ എവിടെ തിരിച്ചിറങ്ങുന്നു? ശാന്തസമുദ്രം അല്ലെങ്കിൽ പസഫിക് ഓഷനിൽ തിരിച്ചിറങ്ങുന്നു. അടുത്ത്, മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ സൈക്കിളിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ദിവ്യ സിംഗ് ആണ്. അപ്പോൾ മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ സൈക്കിളിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ദിവ്യ സിംഗ്. ഓക്കെ, മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ സൈക്കിളിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആര്? ദിവ്യ സിംഗ്. പഠിച്ചു വെച്ചോ, മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ സൈക്കിളിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആര്? ദിവ്യ സിംഗ്. ദേശീയ പാതയോരങ്ങളിലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ഇന്ത്യയുടെ ദേശീയപാത അതോറിറ്റി അടുത്തിടെ ആരംഭിച്ച പുതിയ പദ്ധതി? ദേശീയപാതകളുടെ സൈഡുകളിൽ എന്താണ് ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതി ഏതാണ്? ആരോഗ്യവനം പദ്ധതി. പദ്ധതിയുടെ പേര് പഠിച്ചോ, ആരോഗ്യവനം. അപ്പോൾ ദേശീയപാതയോരങ്ങളിലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ഇന്ത്യയുടെ ദേശീയപാത അതോറിറ്റി ആരംഭിച്ച പദ്ധതി ഏത്? ആരോഗ്യവനം പദ്ധതിയാണ്. ഓക്കെ, അടുത്ത്, ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ കൽക്കരി ടു അമോണിയം നൈട്രേറ്റ് പ്രോജക്റ്റ് ആരംഭിച്ച സംസ്ഥാനം? അത് ഒഡീഷയാണ്. പഠിച്ചു വെച്ചോ, ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ കൽക്കരി ടു അമോണിയം നൈട്രേറ്റ് പ്രോജക്റ്റ് ആരംഭിച്ച സംസ്ഥാനം ഏത്? അത് ഒഡീഷ. കൽക്കരി ടു അമോണിയം നൈട്രേറ്റ് പ്രോജക്റ്റ് എവിടെ ആരംഭിച്ചു? ഒഡീഷയിൽ ആരംഭിച്ചു. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ സംയോജിത വന്യജീവി വെറ്റിനറി സയൻസ് സർവകലാശാലയായ വൻതാര യൂണിവേഴ്സിറ്റി നമുക്കറിയാം എവിടെയാണ് വൻതാര യൂണിവേഴ്സിറ്റി? അത് ഗുജറാത്തിലെ ജാംനഗറിലാണ്. അപ്പോൾ എവിടെയാണ് വൻതാര യൂണിവേഴ്സിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിലെ ജാംനഗറിലാണ് എന്ത് വൻതാര യൂണിവേഴ്സിറ്റി ഉള്ളത്. അപ്പോൾ വൻതാര യൂണിവേഴ്സിറ്റി എവിടെയാണ്? ഗുജറാത്തിലെ ജാംനഗറിലാണ്. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അടുത്ത 2026 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്ത പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് സമുച്ചയം ഇത് നമ്മൾ പഠിച്ചു. എന്താണ്? സേവാ തീർത്ഥം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ആ ഓഫീസിൻ്റെ പേരെന്താണ്? സേവാ തീർത്ഥം. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്ത പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് സമുച്ചയത്തിൻ്റെ പേരെന്താണ്? സേവാ തീർത്ഥ്. അടുത്ത്, പുതിയ സെൻട്രൽ സെക്രട്ടേറിയറ്റ് മന്ദിരങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ്? കർത്തവ്യ ഭവൻ 1 ആൻഡ് കർത്തവ്യ ഭവൻ 2 എന്ന പേരിൽ അറിയപ്പെടുന്നു.
അപ്പോൾ പുതിയ സെൻട്രൽ സെക്രട്ടേറിയറ്റ് മന്ദിരങ്ങൾ അറിയപ്പെടുന്നത് കർത്തവ്യ ഭവൻ 1 എന്നും കർത്തവ്യ ഭവൻ 2 എന്നും അറിയപ്പെടുന്നു. അടുത്ത് അദാനി ഗ്രൂപ്പിന്റെ കീഴിൽ രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ആണവോർജ കമ്പനി ഏതാണ്? അദാനി അറ്റോമിക് എനർജി ലിമിറ്റഡ് എന്നാണ് അറിയപ്പെടുന്നത്. AAEL എന്ന് അറിയപ്പെടും. അപ്പോൾ അദാനി ഗ്രൂപ്പിന്റെ കീഴിൽ രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ആണവോർജ കമ്പനി ഏത്? അദാനി അറ്റോമിക് എനർജി ലിമിറ്റഡ്, AAEL. അടുത്ത് മാരക പ്രഹരശേഷിയുള്ള ഏത് മിസൈൽ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള കരാറിലാണ് ഫ്രാൻസിലെ സഫ്രാൻ കമ്പനിയും ഇന്ത്യയുടെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഒപ്പുവെച്ചത്? ഹാമർ പ്രിസിഷൻ ഗൈഡഡ് മിസൈലുകളാണ്. അപ്പോൾ മാരക പ്രഹരശേഷിയുള്ള ഏത് മിസൈൽ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള കരാറിലാണ് ഫ്രാൻസിലെ സഫ്രാൻ കമ്പനിയും ഇന്ത്യയുടെ ഭാരത് ഇലക്ട്രോണിക്സും ലിമിറ്റഡും ഒപ്പുവെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഹാമർ പ്രിസിഷൻ ഗൈഡഡ് മിസൈലുകളാണ് എന്ത് ചെയ്തത്? അങ്ങനെ നമ്മുടെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തത്? കരാറിൽ ഒപ്പിട്ടത്. അപ്പോൾ ഹാമർ മിസൈലുകൾ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് ഒന്നുകൂടി നോക്കിയിട്ട് എന്ത് ചെയ്യാം? നമുക്കൊന്ന് പെട്ടെന്ന് ഇന്ന് പഠിച്ച 50 ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് റിപ്പീറ്റ് അടിച്ച് വരാം. അപ്പോൾ ഇപ്പം നോക്കിയ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് അടിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ശ്രദ്ധിച്ച് ഇരിക്കുക. 2026 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ടുഗദർ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നേന്ന് വരാം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറ്റോർണി ജനറൽ സ്ഥാനത്ത് നിന്ന് പാം ബോണ്ടിയെ നീക്കം ചെയ്തു. അപ്പോൾ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ്? ടോഡ് ബ്ലാഞ്ചെ. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വിമാനങ്ങളുടെ നാവിഗേഷൻ സിഗ്നലുകളിൽ കൃത്രിമം കാണിച്ച് അവയെ യഥാർത്ഥ പാതയിൽ നിന്നും വഴിതിരിച്ചു വിടുന്ന സാങ്കേതിക വെല്ലുവിളി, അതിനെ GPS സ്പൂഫിംഗ് എന്ന് പറയുന്നു. ലോകാരോഗ്യ സംഘടന നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും 2024 കണ്ടെത്തിയതുമായ പുതിയ COVID-19 വകഭേദത്തിൻ്റെ പേര് എന്താണ്? സിക്കാഡ. പഴയ പാർലമെൻറ്റ് മന്ദിരമായ സംവിധാൻ സദനിലെ 124 ചുവർ ചിത്രങ്ങളിലൂടെ ഇന്ത്യയുടെ ചരിത്രം വിവരിക്കുന്ന ഉപരാഷ്ട്രപതി അടുത്തിടെ പ്രകാശനം ചെയ്ത പുസ്തകം, അതിൻ്റെ പേര് ആ പുസ്തകം രചിച്ചത് സുധാ മൂർത്തി. മെട്രോ വുമൺ എന്നറിയപ്പെടുന്ന ആരാണ്? അശ്വിനി ഭിഡെ. പിന്നെ അശ്വിനി ഭിഡയെ കുറിച്ച് പറയുമ്പോൾ വേറെ എന്ത് പോയിട്ടുണ്ട്? ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ആദ്യത്തെ കമ്മീഷണറാണ് ആര്? അശ്വിനി ഭിഡെ. അപ്പോൾ മെട്രോ വുമൺ എന്നറിയപ്പെടുന്ന ആരാണ്? അത് അശ്വിനി ഭിഡെ തന്നെയാണ്. 5 വർഷം മുൻപ് സൈനിക അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുക്കുകയും അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പിലൂടെ മ്യാൻമാറിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത സൈനിക ഭരണത്തലവൻ ആരാണ്? മിൻ ഓങ് ഹെങ്. ജൈനമത ചരിത്രവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത സമ്രാട്ട് സമ്പ്രതി മ്യൂസിയം എവിടെയാണ്? അത് ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ്. 2026 മാർച്ചിലെ കണക്കനുസരിച്ച് സൗരയൂഥത്തിൽ ആകെ കണ്ടെത്തിയ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 442. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അടുത്തിടെ ഡീംസ് യൂണിവേഴ്സിറ്റി പദവി നൽകി ആദരിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനം അത് NCERT ആണ്. നാസയുടെ ആർടെമിസ് 2 ദൗത്യത്തിൻ്റെ ഭാഗമായി ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാരാണ്? അത് ക്രിസ്റ്റീന കോച്ചാണ്. ബഹിരാകാശ യാത്രികരുടെ ക്ഷമത വിലയിരുത്തുന്നതിനായി ISRO ലഡാക്കിൽ വെച്ച് നടത്തുന്ന ഇന്ത്യയുടെ ആദ്യത്തെ അനലോഗ് മിഷൻ, ഉത്തരം മിഷൻ മിത്ര. 2026 മാർച്ചിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ സമുദ്രോൽപ്പന്ന സംസ്കരണ ശേഷിയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം അത് ഗുജറാത്താണ്. കേരളം എത്രാം സ്ഥാനമാണ്? 4ാം സ്ഥാനത്താണ്. ഇന്ത്യയിലെ പ്രമുഖ വിമാന കമ്പനിയായ ഇൻഡിഗോയുടെ പുതിയ CEO വില്ലി വാൽഷ്. 2026 ഛത്തീസ്ഗഡിൽ വെച്ച് നടന്ന പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൽ 1ാം സ്ഥാനത്തെത്തിയ ആരാണ്? നമ്മുടെ കർണാടക. ആർടെമിസ് 2 മിഷൻ കമാൻഡർ റീഡ് വൈസ്മാൻ പകർത്തിയ ബ്ലൂ മാർബിൾ എന്ന ചിത്രത്തോട് ഉപമിക്കപ്പെടുന്ന പുതിയ ഭൂചിത്രത്തിൻ്റെ പേരെന്താണ്? ഹലോ വേൾഡ്. അൽഷിമേഴ്സിനെ പ്രതിരോധിക്കാൻ സഹായിക്കുമെന്ന് മലയാളി ശാസ്ത്രജ്ഞ ഡോക്ടർ ഷീജ നവക്കോട്ട് ഉൾപ്പെടെ സംഘം കണ്ടെത്തിയ രാസസംയുക്തം ഏതാണിത്? ആൽഫ കീറ്റോ ഗ്ലൂട്രൈറ്റ്. യുറേക്ക മാസികയുടെ സ്ഥാപക പത്രാധിപരും അടുത്തിടെ അന്തരിച്ച പ്രമുഖ സാഹിത്യകാരനുമായ വ്യക്തി ഡോക്ടർ TR ശങ്കുണ്ണി.
അടുത്തിടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ അന്തർവാഹിനി ഏതാണ്? INS അരിധമൻ. 2026 IPL സീസണിലെ ഏറ്റവും വേഗമേറിയ പന്തെറിഞ്ഞ ഗുജറാത്ത് ടൈറ്റൻസ് താരം അശോക് ശർമ്മ. IPL ചരിത്രത്തിൽ 200 വിക്കറ്റുകൾ തികയ്ക്കുന്ന ആദ്യ പേസ് ബൗളർ ആരാണ്? ഭുവനേശ്വർ കുമാർ. 2026 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ടുഗദർ ഫോർ ഹെൽത്ത്, സ്റ്റാൻഡ് വിത്ത് സയൻസ്. ആരോഗ്യത്തിനായി ഒരുമിച്ച് നിൽക്കൂ, ശാസ്ത്രത്തോടൊപ്പം നിൽക്കൂ. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് IRENA അതായത് റിന്യൂവബിൾ കപ്പാസിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് 2026 റിപ്പോർട്ട് പ്രകാരം ആഗോള പുനരുപയോഗ ഊർജ്ജ വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്? 3-ാം സ്ഥാനം. 1-ാം സ്ഥാനം ചൈന, 2-ാം സ്ഥാനം അമേരിക്ക, 3-ാം സ്ഥാനം ഇന്ത്യ. കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി എന്ന കാവ്യത്തെ ആസ്പദമാക്കി കേരള കലാമണ്ഡലത്തിൽ അരങ്ങേറിയ പുതിയ കഥകളി ഏതാണ്? മാതംഗി ചരിതം. 2025-26 സാമ്പത്തിക വർഷത്തെ കണക്കനുസരിച്ച് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ദിനങ്ങളുടെ എണ്ണത്തിൽ കേരളത്തിൽ 1-ാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ്? അത് തിരുവനന്തപുരം. 1970 അപ്പോളോ 13 റെക്കോർഡ് തിരുത്തിക്കൊണ്ട് ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച മനുഷ്യൻ എന്ന ഖ്യാതി സ്വന്തമാക്കിയ ബഹിരാകാശ ദൗത്യമേത്? ആർടെമിസ് 2. സ്വാമി വിവേകാനന്ദൻ്റെ അവസാന നാളുകളെക്കുറിച്ച് വിവരിക്കുന്ന ദി മോങ്ക് ആൻഡ് ദി അൺനോൺ ലൈഫ് ഓഫ് സ്വാമി വിവേകാനന്ദ എന്ന കൃതിയുടെ രചയിതാവാര്? അത് മണിശങ്കർ മുഖർജി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 500 മെഗാവാട്ട് ശേഷിയുള്ള പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എവിടെ സ്ഥിതി ചെയ്യുന്നു? തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് സ്ഥിതി ചെയ്യുന്നു. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ പാർട്ട് ടൈം ചെയർമാനായി അടുത്തിടെ നിയമിതനായതാരാണ്? G. കൃഷ്ണകുമാർ. ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ അപ്പർ 10 ജിഗാ രാജ്യമായിട്ട് മാറിയത്, അല്ലെങ്കിൽ ലോകത്തിലെ ആദ്യ 10 ജിഗാ രാജ്യമായിട്ട് മാറിയത് UAE. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവറില്ല പോഡ് ടാക്സി സംവിധാനത്തിന് തറക്കല്ലിട്ട എവിടെയാണ്? അത് മുംബൈയിലാണ്. 2026 ഏപ്രിലിൽ മെറ്റ കമ്പനി പുറത്തിറക്കിയ പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലിൻ്റെ പേരെന്താണ്? മ്യൂസ് സ്പാർക്ക്. ബിറ്റ്കോയിൻ്റെ അജ്ഞാതനായ സൃഷ്ടാവ് സതോഷി നകാമോട്ടോ എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്ത ബ്രിട്ടീഷ് ക്രിപ്റ്റോഗ്രാഫർ ആദം ബാക്ക് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ കൂടുതൽ കാര്യക്ഷമവും പൗരകേന്ദ്രീകൃതവുമാക്കുവാൻ ലക്ഷ്യമിടുന്ന സാധന പദ്ധതിയുടെ പൂർണ്ണരൂപം എന്താണ്? സാധന പദ്ധതിയുടെ പൂർണ്ണരൂപം സ്ട്രെങ്തനിങ് അഡാപ്റ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ ആപ്റ്റിറ്റ്യൂഡ് ഫോർ നാഷണൽ അഡ്വാൻസ്മെൻറ്റ്. മൈ ലൈഫ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നത് അന്തരിച്ച ഏത് പ്രമുഖ കോൺഗ്രസ് നേതാവിൻ്റെ ആത്മകഥയാണ്? മൗസീന കിദ്വായി. റയൽ മാഡ്രിഡ് ഫൗണ്ടേഷൻ വേൾഡ് ചലഞ്ച് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ അണ്ടർ 12 വിഭാഗത്തിൽ കിരീടം നേടിയ രാജ്യം അത് ഇന്ത്യയാണ്. 2024 തെരഞ്ഞെടുപ്പ് കണക്കുകൾ പ്രകാരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ല 2024 ആണെങ്കിൽ ഏത് ജില്ലയാണ്? കോഴിക്കോട്. 1963 എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ അമേരിക്കക്കാരൻ ജിം വിറ്റേഗർ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ 2026-27 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് എത്രയാണെന്നാണ് ലോകബാങ്ക് പ്രവചിക്കുന്നത്? 6.6%. 2026-27 എത്രയാകാം? 6.6 ആകാം. ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ടെസ്റ്റിംഗ് ബെഡ് നിലവിൽ വരുന്ന എവിടെയാണ്? അത് SRM യൂണിവേഴ്സിറ്റി, ആന്ധ്രാപ്രദേശ്. 1952 ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ നേടിയ ആദ്യ ടെസ്റ്റ് വിജയത്തിൽ പങ്കാളിയായ അടുത്തിടെ അന്തരിച്ച ഇന്ത്യയുടെ ഏറ്റവും പ്രായം കൂടിയ ടെസ്റ്റ് ക്രിക്കറ്റ് താരം CD ഗോപിനാഥ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന നിർണായക സമാധാന ചർച്ചകൾക്ക് വേദിയാകുന്ന നഗരം ഏത്? അത് ഇസ്ലാമാബാദ്. നാസയുടെ ആർടെമിസ് 2 ചാന്ദ്രദൗത്യം പൂർത്തിയാക്കി ഓറിയോൺ പേടകം ഭൂമിയിൽ എവിടെ തിരിച്ചിറങ്ങുന്നു? ശാന്തസമുദ്രത്തിൽ. മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ സൈക്കിളിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയതാരാണ്? അത് ദിവ്യ സിംഗ്. ദേശീയ പാതയോരങ്ങളിലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ഇന്ത്യയുടെ ദേശീയപാത അതോറിറ്റി ആരംഭിച്ച പദ്ധതി ഏത്? ആരോഗ്യവനം പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ കൽക്കരി ടു അമോണിയം നൈട്രേറ്റ് പ്രോജക്റ്റ് ആരംഭിച്ച സംസ്ഥാനം ഏത്? അത് ഒഡീഷ.
ലോകത്തിലെ ആദ്യത്തെ സംയോജിത വന്യജീവി വെറ്ററിനറി സയൻസ് സർവകലാശാലയായ വൻതാര യൂണിവേഴ്സിറ്റി എവിടെയാണ്? അത് ഗുജറാത്തിലെ ജാംനഗറിലാണ് വൻതാര യൂണിവേഴ്സിറ്റി. 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്ത പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് സമുച്ചയം ഏത്? അത് സേവാതീർത്ത്. അവിടെയുള്ള പുതിയ സെൻട്രൽ സെക്രട്ടേറിയറ്റ് മന്ദിരങ്ങൾ അറിയപ്പെടുന്നത് കർത്തവ്യ ഭവൻ 1 കർത്തവ്യ ഭവൻ 2. അദാനി ഗ്രൂപ്പിന്റെ കീഴിൽ രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ആണവ ഊർജ കമ്പനി അദാനി അറ്റോമിക് എനർജി ലിമിറ്റഡ് AAEL. മാരക പ്രഹരശേഷിയുള്ള ഏത് മിസൈൽ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള കരാറിലാണ് ഫ്രാൻസിലെ സഫ്രാൻ കമ്പനിയും ഇന്ത്യയുടെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഒപ്പുവെച്ചത്? അത് ഹാമർ പ്രിസിഷൻ ഗൈഡഡ് മിസൈലുകൾ. അപ്പോൾ 50 ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കിയത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാമെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.